ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇത്തവണ ഡബിൾ എവിക്ഷനോ ആരാണ് പുറത്തേക്ക് പോകുന്നത് എന്ന് പറയുന്നതിന് മുമ്പായി മറ്റൊരു കാര്യം, നല്ല കിടുക്കാച്ച ഒരു പ്രൊമോയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ലാലേട്ടൻ്റെ ഫസ്റ്റ് ചോദ്യം തന്നെ വന്ന പ്രൊമോയിൽ കാണിക്കുന്നത് ഇവർ രണ്ടുപേരല്ല ഒന്നാണ് എന്ന് തോന്നുന്നുണ്ടോ എന്നാണ് അവിടെയുള്ള കണ്ടസ്റ്റൻസിനോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അപ്സരയുടെ മറുപടിയാണ് കാണിക്കുന്നത്. അപ്സര പറയുന്നുണ്ട്, ഗബ്രിയോടാണോ ജാസ്മിനോടാണോ പറയേണ്ടത് എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞങ്ങളിപ്പോൾ എന്നാണ് അപ്സര പറഞ്ഞിരുന്ന മറുപടി. എന്ന് വെച്ചാൽ അവർ രണ്ടും ഒന്നാണ് എന്നുള്ള തോന്നലിലേക്ക് പോകുന്നുവെന്ന്. അതിനുശേഷം അടുത്തതായി അർജുൻ്റെ സീനാണ് കാണിച്ചത്. അർജുനോട് ചോദിച്ചപ്പോൾ റിസോർട്ടിൽ നിൽക്കുന്ന പോലെയാണ് ഇവർ രണ്ടുപേരും ഇവിടെ കാണിക്കുന്നത് എന്നാണ് അർജുൻ പറഞ്ഞത്. പിന്നീട് യമുന റാണിയോട് ചോദിച്ചപ്പോൾ യമുന റാണി പറഞ്ഞു, രണ്ടുപേരും പറയുന്നത് ഒരു കാര്യം തന്നെയാണ്, ഒരേ കാര്യം തന്നെയാണ് രണ്ടുപേരും, ഒരു തീരുമാനമെടുത്താലും ഒരേ പോയിന്റ് തന്നെയാണ് അവർ പറയുന്നതെന്ന് യമുന റാണി പറയുന്നു. സിജോ പറഞ്ഞിരിക്കുന്ന വാക്ക്, ഫ്രണ്ട്ഷിപ്പ് നല്ലതാണ്, പക്ഷേ എപ്പോൾ നോക്കിയായിരുന്നാലും ഈ അമൃതവേണി എന്ന് എഴുതിയെടുത്തിരിക്കുന്ന രണ്ട് വാഴയുടെ അടുത്താണ് രണ്ടുപേരും ഇരിക്കുന്നത്. ബാക്കിയുള്ള ടോപ്പിക്ക് അങ്ങോട്ടുണ്ട്, പക്ഷെ നമ്മളെ കാണിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് അടുത്തത് പറഞ്ഞത് നമ്മുടെ റോക്കി ആയിരുന്നു. റോക്കി പറഞ്ഞിരുന്നത് ചതി, വഞ്ചന, നിലപാടില്ലായ്മ ഇതിലെല്ലാം ഇവർ ബ്രില്യൻസ് ആണ് എന്നാണ് റോക്കി പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം അടുത്തതായി കാണിച്ചിരുന്ന അൻസിബയാണ്. അൻസിബ പറഞ്ഞത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോൾ കീപ്പ് ചെയ്യേണ്ട ചില മാനേഴ്സൊക്കെ ഉണ്ട്, അത് കീപ്പ് ചെയ്യണമെന്ന് അൻസിബയും പറയുന്നു. അന്നേരം ലാലേട്ടൻ അങ്ങോട്ട് ഗബ്രിയോട് ചോദിക്കുന്നത്, ഉള്ളതാണോ ഗബ്രി ഇവരൊക്കെ പറയുന്നതെന്ന്. പിന്നീട് അവിടെയുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും പറയുന്നതൊന്നും കാണിച്ചില്ല, കുറച്ച് പോർഷൻസ് മാത്രമേ കാണിച്ചുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്നത് എന്താണ് കൺഫഷൻ റൂമിൽ ഉണ്ടായതെന്ന് കാണിക്കുമോ എന്നുള്ള ഒരു ആകാംക്ഷയുണ്ട്. പക്ഷേ അത് കാണിക്കാൻ സാധ്യതയില്ല. കാരണം പുള്ളിക്കാരത്തിയുടെ പുറത്തുള്ള കാര്യങ്ങളെല്ലാം ഹിൻഡ് കൊടുത്തതായിട്ടാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇനി അത് കാണിക്കുമെന്ന് തോന്നുന്നില്ല. എന്തായിരുന്നാലും ഈ ഒരു കാര്യം ചോദിച്ചതിന് എന്താണ് കറക്റ്റായിട്ട് പ്രേക്ഷകർക്കിടയിലേക്ക് ജാസ്മിനും ഗബ്രിക്കും തരാനുള്ള മറുപടി എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് കേൾക്കാം. എന്തായിരുന്നാലും അവർ പറയുന്നതിനൊരു വ്യക്തത ഉണ്ടാവണമല്ലോ. അത് ഇന്നത്തോളം കൊണ്ട് തീരുമാനമാവുമായിരിക്കും. ഇനി ഇവർ രണ്ടുപേരും രണ്ടായിട്ട് നിന്ന് ഗെയിം കളിക്കുമോ, ഇവരുടെ ഗെയിം പ്ലാനുകൾ മാറ്റുമോ? ഓൾറെഡി ഒരാൾക്ക് ഒരു പരിഗണന കൊടുത്തു എന്നുള്ള ഒരു പ്രശ്നം കിടക്കുന്നുണ്ട്. എന്തായിരുന്നാലും എന്താകുമെന്ന് നോക്കാം. അതോടൊപ്പം തന്നെ ഇന്നത്തെ എവിക്ഷനിലേക്ക് പോകാൻ സാധ്യതയുള്ള 3 വ്യക്തികളുടെ പേര് ഞാൻ രാവിലെയും പറഞ്ഞിരുന്നു. എവിക്ഷനൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. എവിക്ഷൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും. ചിലപ്പോൾ നാളത്തെ എപ്പിസോഡിലായിരിക്കും എവിക്ഷൻ കാണിക്കുന്നത്. എന്തായിരുന്നാലും ഇന്നത്തെ എപ്പിസോഡിലാണോ നാളത്തെ എപ്പിസോഡിലാണോ എന്നറിയാൻ വേണ്ടി ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയാൽ മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ എവിക്ഷനിൽ നമ്മൾ അൺഒഫീഷ്യൽ സൈറ്റുകൾ പ്രകാരം പുറത്തേക്ക് പോകാനായിട്ട് നിൽക്കുന്നത് നൂറയും നിഷാനയും സുരേഷ് മേനനുമാണ്. ഇവരിൽ ആരെങ്കിലും ഒരാളോ രണ്ടുപേരോ പുറത്തു പോയേക്കാം. അതുകൊണ്ട് വൈൽഡ് കാർഡ് എൻട്രി ഉണ്ടോ എന്നുള്ള അപ്ഡേഷനൊന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തായിരുന്നാലും ആദ്യത്തെ പ്രൊമോ തന്നെ നല്ല കിടിലൻ ഒരു പ്രൊമോ ആണ് വന്നിരിക്കുന്നത്. ഇനി അങ്ങോട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രൊമോകളൊക്കെ വരും. ഈ തെറ്റുകൾ ചെയ്ത കുറേ മത്സരാർത്ഥികൾ അവിടെ ഉണ്ട്. അതിലെ ഒന്നാമത്തെ കാര്യം റോക്കിക്ക് തന്നെ അറിയാം. റോക്കി ഇന്ന് തന്നെ പറയുന്നുണ്ട്, റോക്കി ചെയ്ത തെറ്റുകൾക്ക് മിക്കവാറും ഇന്ന് പണിഷ്മെൻറ്റ് വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നതായിട്ടും അതിൻ്റെ ഒരു പണിഷ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായിരിക്കും, ഇനി വാണിംഗ് ആയിട്ടാണോ കൊടുക്കുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് അർജുൻ ഇന്നലെ കാണിച്ചത്. ഇതെല്ലാം കൂടി ചേർത്ത് ഇനി എന്തായി തീരുമോ നമുക്ക് കാത്തിരുന്ന് കാണാം.